കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് കർത്താവ്, ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികള്, കർത്താവ്, ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികള്, ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരമാതാവ് സമയത്തിനധികമായി പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങള്, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി തരാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരസ്വരം നീക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറഞ്ഞ കാലം കൊണ്ട് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ദൈവാനുഭവ സാക്ഷ്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണ്? ഉടമ്പടി കവനന്റ് ഈസ് എ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ്. ഒരു സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇന്നത്തെ. ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിക്ക് 3 ഘടകങ്ങളുണ്ടാകും. അല്ലെങ്കിൽ സ്മാർട്ട്നെസ്സിന് 3 ഘടകങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ്? എക്സ്പെർട്ടൈസേഷൻ, പിന്നെ പ്രൊഫഷണലിസം, പിന്നെ സ്മാർട്ട്നെസ്. അതിനകത്ത് എക്സ്പെർട്ട് എന്ന് പറയുമ്പോൾ പ്രാവീണ്യം അല്ലേ? അതിനകത്ത് ടെക്നിക്കലായിട്ട് അതിനകത്തൊരു ടെക്നിക്കലായിട്ടുള്ള പോയിന്റില് നമ്മൾ ഒരു പ്രാവീണ്യം നേടണം. അപ്പൊ അതിനകത്ത് ടെക്നിക്കൽ പോയിന്റ് എന്താണ്? ഉടമ്പടിയിലുള്ള ടെക്നിക്കൽ പോയിന്റ് വെച്ചാല് മൊത്തം നോക്കുമ്പോ ദൈവമായിട്ടുള്ള ഉടമ്പടി, മാതാവിന്റെ മധ്യസ്ഥം നമ്മൾ ജീവിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ, ദൈവമായിട്ടാണ് നമ്മൾ ഒരു ജീവിതം തുടങ്ങുന്ന കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റായിട്ട് വരണത് അനുതാപമായിരിക്കും അല്ലേ? അനുതാപം. ഇതിന്റെ എക്സ്പെർട്ടൈസേഷനിൽ വരണത് ഫസ്റ്റ് പോയിന്റിൽ അനുതാപമാണ്. ഈ കാര്യം എന്ന് വെച്ചാല് സ്പിരിച്വാലിറ്റി എന്ന് പറയണത് വിശ്വാസമാണല്ലോ എന്റെ ബേസ്മെന്റ്. പക്ഷെ സുവിശേഷത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് വിശ്വസിക്കുക, അനുദപിക്കുക എന്നുള്ളതല്ല. പിന്നെന്താണ്? മർക്കോസിന്റെ 1:15 എടുത്തേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതാണ് വിഷയം. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിച്ച് അനുദപിക്കുവാൻ നല്ല സംഭവം. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അത് കാരണം ഞാൻ പണ്ട് തുമ്പോളിലായിരിക്കണം. തുമ്പോളി നമ്മളെ പള്ളിയുണ്ടേ, മാതാവിന്റെ പള്ളിയാണ്. അവിടെ അസ്റ്റേന്തിയായിട്ട് കുറേ നാൾ വർക്ക് ചെയ്ത്. അപ്പൊ അവിടെ ഞങ്ങള് ഒരു ധ്യാനം നടത്തി, കാരിസ്മോന്റെ. അപ്പൊ ആ ധ്യാനം നടത്തിയ സമയത്ത് എല്ലാ വീടുകളിലും നടന്ന്, അതുപോലെ തന്നെ നാടുകളിലും നടന്ന്, കുട്ടനാടും ബോട്ടിലൊക്കെ പോയി പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച്, ബോട്ടിന്റെ മുകളിൽ നിന്ന് കായലില് ഡാൻസൊക്കെ കളിപ്പിച്ച്, നല്ല ആൾക്കാരെല്ലാം കടവിൽ കൂട്ടി അവിടെ നിന്ന് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ക്രിസ്തുവിനെ അറിയാഞ്ഞിട്ടല്ലേ, എല്ലാവരും അറിയാവുന്നവരാണ്. പക്ഷെ ക്രിസ്തുവിനെ അറിയാവുന്നതും അനുതാപ ജീവിതവും രണ്ടാണ്. സത്യസന്ധമായിട്ട് അറിയാവുന്നവര് ആദ്യം അവർക്കുണ്ടായിരുന്നത് അനുതാപമാണ്. അപ്പൊ അതിനുവേണ്ടി ആണ് ഈ ഇതെല്ലാം നടത്തുന്നത്. അപ്പൊ ധ്യാനത്തിനെ കുറിച്ച് പറയുമ്പോ ഇത് ഇടവകയിലും എല്ലാ വീടുകളിലും പോയി മാസങ്ങളോളം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി 92 ചെയ്ത പരിപാടിയാ. പിന്നെ കടലോരത്തെല്ലാം പോയി അവിടെയുള്ള എല്ലാവരും കടപ്പുറത്ത് വിളിച്ചു കൂട്ടി അവർക്ക് അനുതാപ ശുശ്രൂഷ നടത്തി
അല്ല, എന്ത് അവസാനം ഈ ജനുവരി 15-ാം തീയതി ധ്യാനത്തിലേക്ക് ആൾക്കാർ വരുന്ന മുമ്പ് തന്നെ 3 ദിവസം മുമ്പ് തന്നെ പള്ളി കുമ്പസാരം തുടങ്ങി. എന്താ, ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അത് എന്നെ എപ്പോഴും ഞാൻ എന്നെ അല്ലാതെ ചിന്തിച്ചൊരു വിഷയമാണ്. ധ്യാനം തുടങ്ങിയിട്ടില്ലേ, ധ്യാനം 15-ാം തീയതി അല്ലെങ്കിൽ 12-ാം തീയതി ആൾക്കാർ കുമ്പസാരിക്കാൻ തുടങ്ങി. അപ്പോഴേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യം അനുതാപമാണ്. ശരിക്കും പറഞ്ഞാൽ സുവിശേഷം നിങ്ങൾ വായിക്കുന്ന മുമ്പില്ലേ, ഇപ്പൊ 1/2 മണിക്കൂർ സുവിശേഷം വായിക്കൂലേ നമ്മൾ. സുവിശേഷം വായിക്കണമ്പ് തന്നെ എൻ്റെ മക്കള് കുറച്ചു നേരം വെറുതെ എടുത്ത് വായിക്കരുത്. എന്ത് ചെയ്യണം, ഇത് വായിക്കാനുള്ള യോഗ്യത നേടാൻ വേണ്ടി കുറച്ചു നേരം കുമ്പസാരത്തിന് ജപമൊക്കെ ചൊല്ലി, അതിനുശേഷം നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിച്ചു ഒരു മനസ്താപകരണം ചൊല്ലിയിട്ട് വേണം സുവിശേഷം വായിക്കാൻ. എന്താ, അതാണ് എൻ്റെ കടന, എൻ്റെ എക്സ്പെക്ടേഷൻ അതാണ്. അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക.